ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് പച്ചച്ചെമ്മീൻ തേങ്ങ അരച്ച് കറി വെക്കുന്ന എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കണത്. അതിലെന്തൊക്കെയാണ് ഇടുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു വലിയ മുരിങ്ങാക്കായ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും ഒരു ചെറിയ മാങ്ങ ഫുള്ളായിട്ടും എടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ. തക്കാളി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. നമ്മൾ എത്ര ചെമ്മീൻ എടുക്കുന്നോ മുരിങ്ങാക്കോലും എടുക്കുന്നോ അതനുസരിച്ച് വേണം കേട്ടോ മാങ്ങയുടെ അളവ് എടുക്കാനായിട്ട്. ഒരുപാട് പുളി മുന്നിൽ നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ കറിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് വരണമെങ്കിൽ നമ്മുടെ മാങ്ങയും ഉപ്പും ഒക്കെ നല്ല പാകത്തിനായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല എരിവുള്ള മുളകാണ് അതൊരു 5-6 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മുളക് പൊടി കുറച്ചാണ് ഇടുന്നത്. നല്ല യെല്ലോ കളറിലായിരിക്കും കേട്ടോ നമ്മുടെ ഈ കറി ഉണ്ടാവുക. അതുകൊണ്ട് കൂടുതലും ഞാൻ മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-6 മുളക് നല്ല എരിവുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ട് ഒരു 1.5 ഗ്ലാസോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഈ മാങ്ങയും മുരിങ്ങാക്കോലും ഒക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വലിയ ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ചെമ്മീൻ കൂടി ഒന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. നമ്മുടെ മാങ്ങയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുരിങ്ങാക്കോല് വെന്തുടഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഒരു 1/2 മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതാണ് കേട്ടോ. ചെമ്മീൻ കൂടി വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് ഒന്ന് തള വരുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് തിളപ്പിച്ച് കളയരുത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തള വന്ന് കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി ആയതുകൊണ്ട് തന്നെ തിളയ്ക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത് ഓഫായി കഴിയുമ്പോഴും ഇരുന്നിട്ട് നല്ല പാകത്തിനായിക്കോളൂ കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് 2-3 ചെറിയുള്ളിയും അതുപോലെ തന്നെ കടുകും ഒക്കെ വേണം കേട്ടോ. കടുക് ആദ്യം പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയുള്ളിയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയൊക്കെ ചെറിയുള്ളിയൊക്കെ അധികം എടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ.